സോ വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എറണാകുളത്താണ് നിൽക്കുന്നത്. നമ്മുടെ കളമശ്ശേരി നമ്മുടെ ക്ലാസ് വരുന്നത്. നിങ്ങൾ വെച്ചാൽ എന്താണ് ഈ മനുഷ്യന് ഇതെന്ത് ഈ തൊപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ കോളേജ് ട്രിപ്പായിരുന്നു ഇന്നിപ്പോൾ എന്നിട്ട് എത്തുമ്പോഴേക്കും ഞാൻ വീണ്ടും ക്ലാസ് എടുക്കാൻ വന്നു. എത്ര എൻ്റെ ഡെഡിക്കേഷൻ. എനിക്കൊരു ഹാൻഡ്സ് ഓഫ് വരാല്ലേ. ഞാൻ അതിനെ എഴുതണേ. അപ്പോൾ നമ്മളിപ്പോൾ എറണാകുളം ക്യാമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആൾക്കാർ 3-5 പേര് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് പേര് ആൾക്കാർ വരാണ്ട്. നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്കിനി എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണാം. ഹായ്, ഇന്ന് ഫസ്റ്റ് ആയിട്ട് ഞാൻ മാർഷൽ ആർട്സിന്റെ ഒരു ക്ലാസ്സിന് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഓറോ ബോക്സിങ്ങിന്റെ ഫസ്റ്റ് ക്ലാസ്സിന് വന്നിട്ടുണ്ടായിരുന്നേ. ഇറ്റ് ലൈക്ക് ഓസം. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, ലൈക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് 4 പേരൊക്കെ തല്ലാൻ പറ്റുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഞാൻ ആദ്യം ഒന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആഫ്റ്റർ ദിസ് ക്ലാസ് എനിക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ദി ക്ലാസ് വാസ് റിയലി ഓസം. ആൻഡ് ഞാൻ ഇനി അടുത്ത ക്ലാസ്സിനും ലൈക്ക് അടുത്ത മാസം വരുന്ന ക്ലാസ്സിനും ഞാൻ ഉണ്ടായിരിക്കും. ആൻഡ് താങ്ക് യു ഫോർ ലൈക്ക് പ്രതീഷ് സാറിന് താങ്ക് യു ഉണ്ട് ലൈക്ക് for giving this class. ഞായറാഴ്ച എറണാകുളത്ത് ഓറ ബോക്സിംഗ് ക്യാമ്പിൽ പങ്കെടുത്ത് നമുക്കൊരു ചെറിയ സ്പേസിൽ നിന്നിട്ട് എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം, അറ്റാക്ക് ചെയ്യാം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. വളരെ കൃത്യമായിട്ട് നമ്മളെ പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തന്നു. നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. സൂപ്പറാണ്. ഇനിയുള്ള ക്യാമ്പിലും ഇതിനെക്കുറിച്ച് അറിയാൻ സോഷ്യൽ മീഡിയ വഴി അറിയുന്നത്. ഇപ്പോൾ ഈ ക്ലാസ്സിൽ പറഞ്ഞത് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 4-5 പേരെ പിടിച്ചിടാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് അത്ര വിശ്വാസം ഉണ്ടായില്ലായിരുന്നു. അപ്പോൾ ക്ലാസ്സിൽ വന്ന് പങ്കെടുത്തു. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ഒരു 4 പേരെ നമുക്ക് ഒരുമിച്ച് ഇടിച്ചിടാൻ പറ്റുമെന്ന്. അപ്പം നിങ്ങളും അത് പങ്കുചേരുക, നല്ലതാണ്. ഇതിൻ്റെ മാസ്റ്ററിൻ്റെ പേര് പ്രതീഷ് കൃഷ്ണൻ എന്നാണ്. സാറ് നല്ല സൂപ്പറായിട്ടാണ് ക്ലാസ് അവതരിപ്പിക്കുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് ഏകദേശം ഇപ്പോൾ ഒരു 62 വയസ്സോളമായി. ഞാൻ ഒരു ഓറ ക്ലാസ്സിന് ഇന്നും പങ്കെടുത്തു. പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ മാഷിൻ്റെ വളരെ സാവധാനമാണ് ചെയ്തു തരുന്നത്. പക്ഷേ എങ്കിലും വൈകിട്ട് വരെ പിടിച്ചു വെക്കാൻ എനിക്ക് കഴിയും. പക്ഷെ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എങ്കിലും എല്ലാവർക്കും ഏത് പ്രായക്കാർക്കാണെങ്കിലും ഇത് പങ്കെടുത്ത് നമുക്ക് വിജയം കണ്ടെത്താൻ കഴിയും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാഷ് ആ രീതിയിലാണ് നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നത്. നമുക്ക് അതിൻ്റെ അടുത്ത് റെസ്റ്റ് ഉണ്ട്. പക്ഷേ അത് വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്കൊരു 30 ക്ലാസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. എങ്കിലും നമുക്ക് തീർച്ചയായും എത്തി. അപ്പോൾ നമ്മുടെ എറണാകുളം ക്യാമ്പ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. സമയം 4 മണിക്ക് അവസാനിപ്പിക്കണം, 5 മണിക്ക് അവസാനിപ്പിക്കും. ശരിക്കും നമുക്ക് പൊതുവെ എറണാകുളത്ത് കുറേ പേര് ഉണ്ടാവാറുണ്ട്. നമുക്ക് കുറച്ച് പേരാണ് വന്നിരിക്കണേ. നമ്മുടെ ഇപ്പോൾ വീഡിയോ കൊടുക്കുന്നത് അഖിലാണ്. ഞാൻ തൃശ്ശൂർ ക്യാമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 9 മണിക്ക് വരാൻ പറഞ്ഞിട്ട് എത്തിയത് 11 നമുക്ക് പറയാൻ പറ്റില്ല. ബസ്സൊന്നും ഉണ്ടായിരുന്നില്ലേ. പാവം ചേർക്ക് നിന്നിട്ട് വന്നില്ലേ. അതിനൊരു ലൈക്ക് കൊടുക്കണം എല്ലാവരും. അവിടെ അമൽ മാഷ് ഇരിക്കുന്നുണ്ട്. അവിടെ ഉണ്ട്. ഇനി ഇവനെ നമുക്ക് ബസ് സ്റ്റോപ്പിൽ ഇറക്കി ബസ് കയറ്റി വിട്ടിട്ടാണ് ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി ഇവനെ ബസ് കയറ്റി വിടുമ്പോൾ പോവാം. സാർ ഇപ്പോൾ വാഷ്റൂമിലാണ്. നമുക്ക് എന്തായാലും കാറിൽ കയറി ബസ്സിൽ പോകുമ്പോൾ കാണാം. അപ്പോൾ നമ്മള് കാറിലെത്തിയിട്ടുണ്ട്. കാറ് തുടങ്ങാനായിട്ട് മുന്നേ നമ്മുടെ അഖില നമ്മൾ പറഞ്ഞു വിടാനും
പെട്ടെന്ന് സ്റ്റാൻഡുള്ള കാരണമാണ്. ഇവിടെ നിന്ന് തിരിയണോ? അതാ നേരെ നമുക്ക് എങ്ങോട്ട് പോകാനുള്ള നേരെ പോകാൻ തിരിയണോ? നമുക്ക് അപ്പൊ നമ്മുടെ അഖില് പോവാണ്. അത് കണ്ട ആള് നിൽക്കണ്ട അവിടെ. അപ്പൊ നമുക്ക് അഖിലിനെ ടാറ്റ പറയാം. അഖിലേ ബൈ പറഞ്ഞിട്ട് പോണം. അതെങ്ങനെ ഇത് തുറക്കണം? എവിടെ തുറക്കണം? അവന്റെ ബാഗ് അവന്റെ കയ്യിലുണ്ടാ? ശരിടാ. അപ്പോ നമ്മളിപ്പോ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. അപ്പോ ഇതോടെ നമ്മൾ എറണാകുളം വ്ളോഗ് അവസാനിക്കും. എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ. അപ്പോൾ ഓരോ ബോക്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയൊരു വ്ളോഗ്